ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് കർക്കിടക വാവ് ദിവസമാണ്. രാവിലെ വിളക്കൊക്കെ കത്തിച്ച് രാവിലെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ആർക്കും പോകണ്ടെങ്കിലും രാവിലെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടും അതേപോലെ ഇന്ന് അമ്പലത്തിലൊക്കെ ഇന്ന് പോകേണ്ടതുകൊണ്ടും രാവിലെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് എന്തായാലും പിള്ളേർ എണീക്കുമ്പോഴത്തേക്ക് സമയമെടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്നലെ ഞാൻ തേട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി തേങ്ങ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് നമുക്ക് കറിയാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ സമയം കൊണ്ടൊന്ന് തേങ്ങയൊന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ പെട്ടെന്ന് തേങ്ങ രാവിലെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ഉടനെ തന്നെ ഞാൻ അരിയും അടപ്പയിലിട്ടിട്ടുണ്ട്. അതേപോലെ മീനും കണ്ടിച്ചു വെച്ചു. മീൻ കൊണ്ടുവന്നപ്പോൾ കണ്ടിച്ചില്ല, ഇന്ന് രാവിലെ തന്നെ ഞാൻ കണ്ടിച്ചു വെച്ചു. അപ്പോൾ അത് കണ്ടിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ പോയി കുളിക്കുന്നതും എടുക്കുന്നത്. അപ്പോൾ പിന്നിനി മീൻ തൊടണ്ട, അമ്പലത്തിൽ പോകണ്ടെന്നല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മീൻ തൊട്ടില്ല. നമുക്ക് തേങ്ങ വറുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോൾ ഉടനെ അരച്ചങ്ങ് ചേർക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇച്ചിരി കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ തേങ്ങയൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ഇന്നലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. കുറച്ച് ദിവസമായില്ല ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിരുന്നേരം. എന്നിട്ട് ഇന്ന് രാവിലെ എഴുന്നേക്കാൻ വയ്യാങ്കിലും ഞാൻ എഴുന്നേറ്റ് ഞാൻ വിചാരിച്ചു കാര്യങ്ങളൊക്കെ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. നേരെ പിള്ളേരെ പോയി വിളിക്കുന്ന ഡ്യൂട്ടിയാണ്. പോയി അവരെ ഒന്ന് വിളിച്ചുണർത്തിയിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാം. ഉണ്ണിക്കുട്ടൻ ഇന്നലെ തന്നെ മുണ്ടൊക്കെ എടുത്ത് കൈ വെച്ചിരിക്കുകയായിരുന്നു, എടുത്ത് മാറ്റി വെച്ചിരിക്കുക. അവന് വേണ്ടുന്ന ഷർട്ടും മുണ്ടും. അവനിന്ന് മുണ്ടെടുത്തോണ്ട് അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞ് മുണ്ടെടുത്ത് വെച്ചേക്കുക. അപ്പോൾ രാവിലെ ഞാനതാ പറയുന്നത്, മുണ്ടെടുത്തോണ്ട് നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ, വാന്ന്. എന്തായാലും ഒരുവിധം പറഞ്ഞും അതേപോലെ വിച്ചു വന്നൊന്ന് ഇക്കിളിയൊക്കെ ആക്കിയും എന്തായാലും ഒരുവിധം ഇണ്ണീറ്റിട്ടുണ്ട് ആൾ. ഈ സമയം പുറത്തേക്ക് വന്നപ്പോൾ നല്ല ഗംഭീര മഴ. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ മഴയില്ലെന്നാണ് വിചാരിച്ചത്. പിന്നീട് അങ്ങ് ഗംഭീര മഴയായി. എന്നാൽ മഴ തോരുന്ന സമയം കൊണ്ട് നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഞങ്ങളുടെ വീടും അമ്പലവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ച് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. രണ്ട് സൈഡിൽ കൂടെ പോകാം. അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാം, ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകാം. പക്ഷേ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വണ്ടിയിൽ നടന്ന് പോകാൻ ഇച്ചിരി ദൂരമുണ്ട്. അതേപോലെ ഇറക്കവും കയറ്റവും ഒക്കെ. അതുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ വണ്ടിയിലേ പോകത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് നമ്മുടെ അടുത്ത് കിടക്കുന്ന ചിറയിൽ കൂടെ നടന്നങ്ങ് പോകാം. അതിലേ കൂടെ ആകുമ്പോൾ പെട്ടെന്ന് കയറാമല്ലോ. അപ്പോൾ അതിലേക്കൂടെ പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ 3 പേരും കൂടി പ്ലാൻ ചെയ്ത് ചിറയിൽ കൂടെ പോകാം, അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, ചിറ മൊത്തത്തിലൊന്ന് കാണിക്കാം എന്നൊക്കെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്താൽ ഇന്നലെ തന്നെ ഞങ്ങളത് പറഞ്ഞു വെച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് നടന്നു പോവാം, ആ രീതിയിലില്ല അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ സ്ഥിരം പോകുന്നിടത്ത് വലിയതായിട്ട് ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല, നല്ല രീതിയാണ്. പക്ഷേ നമ്മൾ നടന്ന് ഈ അമ്പലത്തിലേക്ക് കയറുന്ന വഴിയിൽ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതാണ്ട് ഇച്ചിരി നടക്കുമ്പോഴേ കണ്ടോ നമ്മുടെ എത്തി. അപ്പോൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞ് ഇവിടുന്ന് ഇടത്തോട്ട് വഴി കിടക്കുന്ന വഴി കൂടെ നമ്മൾ പോവാമെങ്കിൽ നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. ആ രീതിയാണ് ഇവിടെ. അങ്ങനെ ഞാൻ അതിൻ്റെ കീഴിൽ കൂടെ ഒക്കെ കയറി ചെന്നപ്പോഴാണ് അറിയുന്നത്, ഈശ്വര, വെള്ളം ഇങ്ങനെ അറ്റം കയറി നിൽക്കുക, ഏതിലേക്കൂടെ നടക്കണമെന്ന് ഒന്നും അറിയാൻ വയ്യ. അവിടെ ഇങ്ങനെ അവരൊരു തെങ്ങിൻ്റെ മുറി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു നടക്കാൻ. അതുവരെ മുങ്ങിപ്പോയി. അതേപോലെ എവിടാണ് ആ തെങ്ങിൻ്റെ കഷ്ണം കിടക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യാതെ മുങ്ങിക്കിടക്കുന്നു. അവസാനം പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് നടന്ന് അവിടെ നിന്ന് പിന്നെ സ്കൂട്ടർ എടുത്താണ് പിന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോയത്. അല്ലാതെ ഒരു രക്ഷയില്ലായിരുന്നു. മൊത്തം വെള്ളം കയറി, നല്ല രീതിയിൽ വെള്ളം കയറി. അതേപോലെ മഴയല്ലേ, നല്ല രീതിയിൽ വെള്ളം കയറിയത് കാരണം ഞാൻ പിന്നെ തിരിച്ച് വന്ന് ഞങ്ങൾ സ്കൂട്ടർ എടുത്ത് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്
പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ന് അതേപോലെ നടത്ത ഇച്ചിരി എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ അത്ര ദൂരം ഇല്ലാത്തത് കൊണ്ടും വലിയ ക്ഷീണം വന്നില്ല. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നടന്ന് ഉപ്പാട് വന്നേനായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് തിരിച്ച് വണ്ടിയും എടുത്ത് നേരെ വന്ന് ഇവിടെ വന്നപ്പോൾ റോഡ് കണ്ടപ്പോൾ തന്നെ എൻ്റെ തെന്നും 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 എന്നും പറഞ്ഞ് മൊത്തം നെഗറ്റീവായിരുന്നു. എന്തായാലും വഴക്ക് പറഞ്ഞ് ഞാൻ മിണ്ടരുതെന്ന് വാ തുറക്കരുതെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സംസാരവൃക്ഷമൂലം ചേതനകുടാരമായി പവിച്ച ഭവാനി അങ്ങനെ അമ്പലത്തിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇനി നമ്മുടെ അടുത്ത അങ്കത്തട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് അരച്ച് മീനിനകത്തേക്ക് കലക്കി അങ്ങ് അടപ്പയിലേക്ക് നേരെ വെക്കാൻ പോവാണ്. അപ്പോൾ അത് അടപ്പയിലോട്ട് വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങളും കൂടി സെറ്റാക്കണം. അപ്പോൾ ഇന്നലത്തെ കടലക്കറി ഇരിപ്പുണ്ട്. അതുകൂടാതെ അപ്പത്തിന് അരി ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയപ്പോൾ സോഡാപ്പൊടിയും അതേപോലെ ഉപ്പും ചേർത്ത് മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും അത് പരുവാകുമല്ലോ. അപ്പോൾ മീനിൻ്റെ അങ്ങ് അടപ്പയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യോട് അത് ചെയ്യാൻ പിള്ളേർക്ക് വിശക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അതെല്ലാം അങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ വീഡിയോ ഒന്നും സ്പീഡ് കൂട്ടിയോ എടുത്തോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ നോർമലായിട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് വീഡിയോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ കടല നന്നായിട്ട് കുറുകിയിരുന്നായിരുന്നു. അതിന് കുറച്ചൊരു ലൂസാക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഞാൻ അടപ്പയിലേക്ക് വെച്ചതിന് ശേഷം അപ്പം ചുട്ടെടുക്കുകയാണ്. ദോശക്കല്ലിൽ ചുടുന്ന അപ്പമാണിത്. എൻ്റെ വിച്ചുവിന് മറ്റേ അപ്പച്ചട്ടി ചുടുന്ന അപ്പം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ദോശക്കല്ലിലാണ് അപ്പം ചുടുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറ്റേതിലും അപ്പം ചുടുവേ. അപ്പോൾ ഇന്ന് ദോശക്കല്ലിൽ ചുടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശക്കല്ലിൽ പെട്ടെന്ന് അപ്പവും ചുട്ടെടുത്ത് മാറ്റിയിട്ട് നമുക്ക് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സമയമുണ്ട്. നമ്മൾ അപ്പം ചുടുന്ന സമയം കൊണ്ട് നമ്മൾ എന്തായാലും അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ച് കോവയ്ക്കുണ്ട്, എന്തെങ്കിലും ഒരു കൂട്ടാനും കൂടി വേണമല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ കോവയ്ക്ക ഇരിക്കുന്നു. കോവയ്ക്ക ഇനി ഇരുന്നാൽ അത് പഴുത്ത് പന്നലായി പോവും, അത് നശിച്ചു പോവും. അപ്പോൾ കോവയ്ക്ക ഒന്ന് അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോവയ്ക്കയും കൂടി അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ എപ്പോഴും കോവയ്ക്ക വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം ഞാൻ യൂട്യൂബിൽ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വിഴുക്ക് വരട്ടുന്നതായിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു പിന്നെ ഞാനും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഞാൻ ഇതുവരെ നീളത്തിൽ അരിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ നേരെ ഞാനത് അതും കൂടി ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കോവയ്ക്കയും കൂടി ഒരുവിധം എല്ലാ കോവയ്ക്കയും പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം കുറച്ച് മാത്രം പച്ചക്കിരിക്കുന്നു, ബാക്കിയെല്ലാം പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കോവയ്ക്കയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് നേരെ നമുക്ക് കഴിക്കാനിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മോൻ വന്ന് നോക്കുന്നുണ്ട്, വിശക്കുന്നു എന്നും പറഞ്ഞാൽ നോക്കുന്നത്. അപ്പോൾ മൂത്തവൻ എക്സാം നടക്കും, അതുകൊണ്ട് ആ ഒരു പഠിത്തവും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ വന്ന് സംശയങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും വല്ല വോയിസ് ഓവർ ഇതിന് മൊത്തം വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് ഫുള്ള് വോയിസ് ഓവർ കൊടുക്കാതെ ഓൺ വോയിസിൽ തന്നെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവൻ വന്ന് ഇടയ്ക്കിടയ്ക്കുള്ള സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ അതിനുശേഷം നേരെ പോയി അപ്പവും കടലക്കറിയാണ്, അതും ചായയും കൂടി അന്നേരമാണ് ചായ ഇട്ടത്. എന്നിട്ട് നേരെ പിന്നെ കോവയ്ക്കയും വേവിക്കാൻ വെച്ചിട്ടാണ് ഞാൻ കഴിക്കാനിരുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് കോവയ്ക്കൊന്ന് നന്നായിട്ട് വാടുന്നവരെ നമുക്ക് അടപ്പിൽ വെച്ചിരുന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും മീൻകറിയും സെറ്റായിട്ടുണ്ട്. മീൻകറി ഞാൻ വിറകടുപ്പിലാണ് വെച്ച്. അച്ഛൻ ഈ കർക്കിടക വാവിൻ്റെ ആ വീട്ടിൽ പായസം വെക്കും, അതും കൊണ്ടുവന്നായിരുന്നു.
അതും കഴിച്ചു. പരിപാടികളെല്ലാം തീർന്നു. ഇനി ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.